ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോമ്പ് തുറ വിശേഷങ്ങളാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്നാണ് കേട്ടോ നോമ്പ് എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ആറാമത്തെ നോമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നാണ് ഞാൻ കേട്ടോ നോമ്പ് എടുക്കുന്നത്. കാര്യം ആദ്യത്തെ ഒന്നും നോമ്പ് എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് മുന്നത്തെ വർഷത്തൊക്കെ ഒന്നും നോമ്പൊന്നും മര്യാദയ്ക്ക് പിടിക്കാനും എടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു ഡിസോർഡർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2026 ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈലിലും കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ ആവുമെന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ ഏതായാലും നോക്കാം. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 2 മണി വരെയൊക്കെ കിടന്നങ്ങോട്ട് ഉറങ്ങി. ഉറങ്ങി സെറ്റായിട്ടൊക്കെ എണീറ്റാൽ മതിയല്ലോ, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. സോ കിടന്നുറങ്ങി എണീറ്റു. എന്നിട്ട് നൈസായിട്ട് കിച്ചണിലോട്ട് കയറിയിട്ട് കഞ്ഞി വെക്കണം. അപ്പം അതിനുള്ള പുറപ്പാടാണ്. അപ്പം ഇന്ന് ഞാൻ എടുക്കുന്ന ആദ്യത്തെ നോമ്പായത് കൊണ്ടിട്ടും അതുപോലെ ഇതിൽ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ എന്താ പറയുക ഈ നോമ്പിൻ്റെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എനിക്ക് ഭയങ്കര അതിനകത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സാധാരണ വീട്ടുകാർ സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ കഴിക്കാൻ വേണ്ടി പോയിരിക്കും. എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ എന്നെ സഹായിക്കാനാണ് ആൾക്കാരുള്ളത്. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ എന്തുണ്ടാക്കണം, ഏതുണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഞാനൊരു മെനു പ്ലാനൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. കഞ്ഞി, പയറ് തോരൻ, പിന്നെ അതുപോലെ തന്നെ ചോറ്, പിന്നെന്താ ഉണ്ടായേ? ചക്കയല്ല, സോറി, ചീനി. ചീനി ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഒരു മെനു പ്ലാൻ എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ നോമ്പ് തുറക്കാൻ നേരത്ത് കുടിക്കാൻ വേണ്ടി ജ്യൂസും അതുപോലെ സ്നാക്സൊക്കെ ഞാൻ 2 ടൈപ്പ് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേ എൻ്റെ അടുത്തൊക്കെ ഉണ്ട്, എന്തിനാ 2 ടൈപ്പൊക്കെ ഇത്രയും കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വയറ് നിറയൂലേ? ജ്യൂസ് കുടിച്ച് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയൂലേ? എനിക്ക് പറ്റത്തില്ല. കുറേ നാൾക്ക് ശേഷം എടുക്കുന്ന നോമ്പ് ആയതുകൊണ്ടിട്ട് എനിക്കിങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ എന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നോമ്പ് പിടിച്ചതിൻ്റെ ആയിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴാണ് ക്ഷീണം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് മുറിച്ച് കഴിയുമല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒടുക്കത്തെ ക്ഷീണമാണ്. എനിക്ക് നൂന്ന് നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ തലയ്ക്കകത്തൊക്കെ എന്തോ ഒരുമാതിരി എന്താ പറയുക, മരവിച്ച അവസ്ഥ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ വരെ ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. അപ്പം കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അരി ഞാനെങ്ങനെ വെക്കുക വെച്ചാൽ ഉലുവയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് ആട്ടോ വിചാരിക്കണേ. ഞാൻ ഇങ്ങനെ കിച്ചണിൽ കുക്ക് ചെയ്യാനായിട്ട് കയറിയ സമയത്ത് കഞ്ഞി എടുത്ത് വെച്ച് കഞ്ഞി എങ്ങനെ വെക്കും എന്നിങ്ങനെ ആലോചിച്ച്, ബിരിയാണി കഞ്ഞി വെക്കണോ അതെനിക്ക് വെക്കാൻ അറിയത്തില്ല. അപ്പം എന്ത് കഞ്ഞി വെക്കും, നോർമൽ കഞ്ഞി വെച്ചാലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മിയപ്പം വിളിച്ചിട്ടുണ്ടായത്. അപ്പം പെട്ടെന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കാനുള്ള ഒരു മെത്തേഡൊക്കെ പറഞ്ഞ് തന്നിട്ട് ആൾ ഫോണൊക്കെ വെച്ചിട്ടങ്ങ് പോയി. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അത് തന്നെ ട്രൈ ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കഞ്ഞി വെക്കാൻ പോകുന്നത്. നമ്മളെയൊക്കെ വീട്ടിൽ ബിരിയാണി കഞ്ഞീനെക്കാട്ടി കൂടുതൽ ഈ ഒരു കഞ്ഞിയായിരിക്കും ഉണ്ടാവുക. ഉലുവയൊക്കെ ഇട്ടിട്ടൊരു ടൈപ്പ് കഞ്ഞി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. ഈ ഉലുവയൊക്കെ ഒരു കയ്പ്പാണല്ലോ, അപ്പോൾ അതെനിക്ക് തീരെ അങ്ങോട്ട് സഹിക്കാൻ പറ്റൂല. പക്ഷേ എന്താ പറയുക, ഇതൊരു ടൈപ്പ് ഓഫ് ഔഷധ കഞ്ഞി ആയതുകൊണ്ടിട്ട് നമ്മൾ ഇത്രയും നേരം നോമ്പൊക്കെ പിടിച്ചിരിക്കുന്നതല്ലേ, അപ്പം നമുക്ക് വയറ്റിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സംഭവം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രിപ്പറേഷനാണ്. ഈ മിക്സിയിൽ എന്താ അടിച്ചുകൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഞ്ഞി ചേർക്കാനും ഒക്കെ വേണമല്ലോ. അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ സെറ്റാക്കണ ടൈം കൊണ്ടിട്ട് പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയറല്ല, ഇതെന്താ ഏത് പയറാണെന്ന് എനിക്കറിയില്ല, ഒരു ബ്രൗൺ കളറിലെ പയർ. ഓക്കെ, അപ്പോൾ ആ പയർ ഞാൻ ഓർത്ത് തോരൻ വെക്കാമെന്ന്. കഞ്ഞിയും പയറും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പം ചെറുപയർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഈ ഒരു പയർ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പയർ സെറ്റാക്കിയിട്ടില്ല, ആക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അതിന് വേണ്ടിയിട്ട് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കടുവൊക്കെ ഇട്ടിട്ട് പയറൊക്കെ ഇട്ട് കൊടുക്കണം. സത്യത്തിൽ ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ കയറി. പക്ഷേ നോമ്പ് തുറക്കണ ആ ഒരു ബാങ്ക് കൊടുക്കണ ആ ഒരു ടൈം വരെ ഞാൻ ഓട്ടപ്പാച്ചിലായിരുന്നു. കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ട് തീരുന്നില്ല. ഞാൻ കുറച്ച് അധികം ഡിഷൊക്കെ കൊണ്ടങ്ങോട്ട് നിന്നേ. എൻ്റെ കയ്യിൽ കുറേ മെനൂസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. ഞാനൊരു റണ്ണിങ് റേസിന് പോണ മാതിരി നിന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പയറ് സെറ്റാക്കിയിട്ടുണ്ട്. പയറിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മസ്റ്റായിട്ട് ഇവർക്ക് കഞ്ഞിയും പയറും ഒക്കെ മസ്റ്റാണ്. എനിക്കങ്ങനെ കഞ്ഞീനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത്ര ഇഷ്ടമില്ല കഞ്ഞി. നോർമൽ കഞ്ഞിയാണെങ്കിൽ ഇഷ്ടമാണ്. ഈ പാലും ഒന്നും ഒഴിക്കാത്ത വെറും കഞ്ഞിയുണ്ടല്ലോ,
പനിയൊക്കെ പിടിക്കുമ്പോൾ കുടിക്കുന്ന ആ കഞ്ഞി, പയറ്, ചമ്മന്തി അതൊക്കെ എനിക്കിഷ്ടമാണ്. ഇങ്ങനത്തെ സംഭവം എനിക്ക് ഭയങ്കര താല്പര്യമില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും താല്പര്യമായതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് റെഡിയാക്കുന്നു. എൻ്റെ താല്പര്യമുള്ള സാധനങ്ങളാണ് സ്നാക്സ്. അപ്പം ആ ഒരു സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കൂടുതൽ ത്വര. ഉം. പക്ഷേ ഇത്തവണ നോമ്പിന് ഞാൻ കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബിക്കോസ് എക്സസ് ആയിട്ട് നമ്മൾ ഓയിൽ, എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ, വറുത്ത സാധനങ്ങളൊക്കെ കഴിക്കുമ്പം നമ്മുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലല്ലോ. പിന്നെ കൂടാതെ തന്നെ ഇവിടെ ഇപ്പം എയർ ഫ്രയർ ഉള്ളത് വലിയ ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എന്ത് സാധനമാണെങ്കിലും ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള എന്ത് സാധനമാണെങ്കിലും ഡയറക്റ്റ് അതിനകത്തോട്ട് കയറ്റി വയ്ക്കുകയോ ചെയ്യുന്നത്. അപ്പം ഓക്കെയാണ്. വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ടൈം കൺസ്യൂമിങ്. അതുപോലെ തന്നെ ഹെൽത്ത് നന്നായിട്ടിരിക്കും. ഏറ്റവും ഒരു ഡീമെറിറ്റ് എനിക്ക് തോന്നുന്നത് കറണ്ട് കുറച്ച് പോവും. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇന്നലെ അരിഞ്ഞ് പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പനീർ വെച്ചിട്ടൊരു ഫില്ലിങ്സ് ഉണ്ടാക്കാമെന്ന് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഫ്രിഡ്ജിൽ പനീർ ഇരുന്ന് ഇതെടുത്തിട്ട് കട്ടാക്കി ആ ഒരു ഫില്ലിങ്സിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ കുറച്ച് ബോൺലെസ് ചിക്കൻ മേടിച്ചാലോ? ചിക്കൻ ആണല്ലോ മെയിനായിട്ട് ഫില്ലിങ്സിനൊക്കെ ആയിട്ട് എല്ലാവരും എടുക്കുക. എന്നപ്പോൾ ആദ്യത്തെ നോമ്പിൽ എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ മേടിച്ചാലോ എന്ന് ഓർത്തിട്ട് ചിക്കൻ പിന്നെ മേടിച്ചിട്ട് അത് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മീൻസ് ആ ഒരു ടൈമിനെ ഞാൻ വോയിസ് കൊടുത്ത് കൊടുത്ത് പോയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ ബാധ്യതയായിട്ട് തോന്നും. കാര്യം നമ്മൾ എന്താ അപ്പം ചെയ്തതെന്ന് ഒരു ഓർമ്മ കാണത്തില്ല. ലൈക്ക് ഭയങ്കര സ്പീഡിനല്ലേ നമ്മൾ അതും ഇതും എന്താ പറയുക ഓടിച്ചാടി നിന്നിട്ട് ചെയ്യണത്. ഒന്നാമത്തെ കാര്യം എനിക്ക് ഇത്രയും സ്പീഡിനായിട്ട് കാര്യങ്ങൾ ചെയ്യൽ നടക്കൂല. ആക്ച്വലി ഞാൻ ഫില്ലിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വശത്ത് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അല്ല അത് കത്തിച്ചിട്ടില്ല തോന്നുന്നു. അപ്പം ജസ്റ്റ് വെറുതെ വെച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഫില്ലിങ്സിനുള്ള കുറേ സോസുകളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് ഞാൻ ആ സമയത്ത് ഇത്ര സോസ് ആഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഉപ്പ് പോലും നോക്കാൻ പറ്റില്ലല്ലോ നോമ്പല്ലേ. എന്തൊക്കെയോ ആഡൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഉം. പിന്നെ നിക്ക നേരത്തെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ആളുടെ ജോലിയാണ് എന്താണ് ചീനി സെറ്റാക്കുക എന്നുള്ളത്. അപ്പം പുള്ളിക്കാരൻ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നേരെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഓർത്ത് നിന്ന് നിന്ന് ചെയ്ത് ചെയ്ത് കുറേ ടൈം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ 5, 5:30 ആയിട്ടുണ്ട്. 6:30ക്ക് വാങ്ങ് കേൾക്കില്ലേ. അപ്പോൾ നമുക്കിനി സമയമില്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ജ്യൂസ് അങ്ങോട്ട് അടിക്കാമെന്ന്. അങ്ങനെ വാട്ടർ മെലോൺ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാട്ടർ മെലോൺ പ്ലെയിൻ ആയിട്ട് മാത്രം കുടിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പാലൊക്കെ ആഡ് ചെയ്ത് കസ്റ്റാർഡ് പൗഡറൊക്കെ ആഡ് ആക്കിയിട്ട് അങ്ങനെയാട്ടോ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടി. കൂടാതെ ഞാൻ കുറച്ച് റോസിൻ്റെ സിറപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഇക്ക സൈഡിൽ നിന്നിട്ട് ചീനിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചീനി നമ്മൾ കറി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിന്ന് ചോറും ചീനിയും തോരനും ചിക്കൻ കറിയാണ് കേട്ടോ ഉള്ളത്. അപ്പം അതിന് ഇപ്പം ചോറൊക്കെ കഴിക്കുമ്പോൾ ചീനിയൊക്കെ ഉണ്ടെങ്കിൽ പൊതുവേ നല്ലതാണല്ലോ.
അപ്പം നമ്മളെ പൊതുവെ വീടുകളിൽ എങ്ങനെയാണല്ലോ ചോറ്, ചീനി ഇങ്ങനെയൊക്കെ ഒരു സംഭവമാണല്ലോ കണ്ടുവരുന്നത്. പക്ഷേ ഞാൻ ഇതിനൊക്കെ ഓപ്പോസിറ്റാണ്. എനിക്ക് അത്ര വേണം നിർബന്ധം എനിക്കെന്തേലും കാപ്പി കുടിച്ചാൽ മതീന്ന്. ചോറ് ഉണ്ടെങ്കിൽ കഴിക്കും. നിർബന്ധമല്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് എനിക്ക്. അപ്പം ഇക്ക ദേ ചീനിക്കൊക്കെ ഉള്ളതൊക്കെ അരിഞ്ഞ് പെറുക്കി വെക്കുന്നുണ്ട്. അപ്പം ആ സൈഡിൽ ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ജ്യൂസിൻ്റെ അങ്ങോട്ട് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോയിരുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മെല്ലെ വന്ന് ചെയ്താലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ തന്നെ അങ്ങോട്ട് ജ്യൂസൊക്കെ ആക്കി വെക്കുന്നത് കേട്ടോ. നമ്മൾ ഒരാൾ നിന്നിട്ട് ഒരുപാട് ജോലികൾ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ഒന്നും അങ്ങോട്ട് നീങ്ങത്തില്ല. ഒരുപാട് ഡിഷസൊക്കെ നമ്മൾ വിചാരിച്ചാലും എന്നെക്കൊണ്ട് അത്രയും ഫാസ്റ്റ് മോഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇക്ക ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഇങ്ങനെ റണ്ണായി പോകുന്നുണ്ട്. ആഹ് സോ ഇനി ഞാൻ അടുത്ത എന്താ പരിപാടിന്ന് ചോദിച്ചാല്, ചിക്കൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കൻ്റെ ബോൺലെസ് ചിക്കൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഇനി ഒന്ന് ഫ്രൈ ആക്കാൻ പോവാണ്. എയർ ഫ്രയറിലാട്ടോ ഫ്രൈ ആക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ മസാലയൊക്കെ അതിന് വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കുക. അപ്പോൾ ഇക്ക എനിക്ക് പെട്ടെന്ന് ചിക്കനൊക്കെ ഒന്ന് കട്ടാക്കി തരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ വെച്ചാൽ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി അല്ലാണ്ട് ചിക്കൻ കറിയൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചിക്കൻ ഒക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നേരെ എടുത്ത് എയർ ഫ്രയറിലോട്ട് കയറ്റും. അത്രേ ഉള്ളൂ. എണ്ണയിൽ പൊരിപ്പോ കരിപ്പോ അങ്ങനത്തെ ഒന്നുമേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എയർ ഫ്രയർ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് അയ്യോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര അങ്ങോട്ട് പോരല്ലോ, ഇതൊരു സുഖമില്ലല്ലോ എന്നൊക്കെ കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. എനിക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായപ്പം ഓക്കെ ആയിട്ട് തോന്നി. ഞാൻ കുറച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നോർമലി നമ്മൾ ഓയിലി ഇട്ടൊക്കെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു അനിയൻ ടൈപ്പ് ടേസ്റ്റൊക്കെ കിട്ടും. കംപ്ലീറ്റ് ടേസ്റ്റ് ഓയിലിട്ട് ഫ്രൈ ആക്കുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഹെൽത്തിനും പ്രശ്നം ഉണ്ടാവും. സോ ഇതൊരു അനിയൻ ടൈപ്പ് ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് സെറ്റാക്കി കുറേ നേരം കൊണ്ട് ഞാൻ മാഗ്നേറ്റ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പം തീരും നെക്സ്റ്റ് മൊമെൻറ്റ് തീരും എന്ന് പറഞ്ഞാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തീരുന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെയോ ഇട്ടുകൊണ്ടിരിക്കുക. എന്താ ഇടുന്നത്? ഇട്ടതൊക്കെ പെറുക്കി വെക്കുകയാണ്. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ നമുക്കിത് ഈ ട്രെയിനകത്തോട്ടൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ആകെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. നമുക്ക് ഞാനൊരു പിസ്സ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഭയങ്കര നോർമലി ഉള്ള ടൈപ്പ് പിസ്സയല്ല. നമ്മുടെ മടിയൻ പിസ്സ. ഓക്കെ. ആ സാധനമാണ് ഉണ്ടാക്കുന്നത്. നോർമലി ഉള്ള പിസ്സയൊക്കെ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ നമുക്ക് മാവ് കുഴയ്ക്കണം, എടുക്കണം, എന്തോരം ബുദ്ധിമുട്ട്. അപ്പം ബ്രെഡ് ഉള്ളതുകൊണ്ട് അല്ലാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ട്രൈക്കകത്ത് തന്നെ എല്ലാ ചിക്കനും അങ്ങോട്ട് കൊണ്ടോളും. ഭയങ്കരമായിട്ട് വേവണമെന്നില്ല. ഒരു ഹാഫ് വെന്താലും മതി. ഞാൻ ഇതിനകത്ത് കബാബിൻ്റെ മസാല ഇട്ടിട്ടുണ്ട്. അപ്പം ചിക്കൻ എന്തായാലും ഒരു നല്ല ടേസ്റ്റ് കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാനും പറ്റില്ലല്ലോ നോമ്പായത് കൊണ്ടിട്ട്. സോ എയർ ഫ്രയറിനകത്തോട്ട് നമുക്കെല്ലാം എടുത്തങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി ടൈമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 10-15 മിനിറ്റോടെ അങ്ങ് റെഡി ആയിക്കോളും. നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കാം.
ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ പിസ്സ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് എഗ്ഗ് ആദ്യം തന്നെ ഒന്ന് എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു 2 3 എത്ര മുട്ട എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വീഡിയോക്കകത്ത് കണ്ടു കാണുമല്ലോ. അപ്പോൾ അത്ര മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് പാലും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നത്. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 ബ്രെഡ് എടുത്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് ഈ ഒരു സൈസിനുള്ള പാനിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ മുന്നേയൊക്കെ ഈ ബ്രെഡ് പിസ്സ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രെഡ് എല്ലാം കൂടെ പൊടിച്ചിട്ട് ഈ മുട്ടേൻ്റെ ഉള്ളിലും ഈ ഒരു പാലും മുട്ടയും കൂടെ മിക്സ് ആക്കിയതിൻ്റെ ഉള്ളിലിട്ടിട്ട് അതങ്ങനെ സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്തായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടു ഇങ്ങനെ ചെയ്താൽ മതി. എന്നാൽ പിന്നെ ഇതല്ലേ എളുപ്പം, കുറച്ചും കൂടെ എന്നിട്ട് പൊടിക്കേണ്ട എടുക്കേണ്ട ഇതാകുമ്പോൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു സൈഡിൽ ഇക്ക വെച്ചിട്ടുണ്ടായിരുന്ന ചീനിയൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പം ചീനിയുടെ വേവ് നോക്കാനായിട്ട് വന്നത്. അപ്പോൾ സംഭവം എന്തായാലും വെന്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊതുവേ നമ്മൾ ഇവിടത്തേക്കുള്ള നോർമൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചീനി ഭയങ്കരമായിട്ട് കേടായ ചീനിയാട്ടോ കിട്ടുന്നത്. നമ്മൾ 2 വട്ടം മേടിച്ചു. 2 വട്ടം പൊട്ട ചീനിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മേടിക്കണ്ടാന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇവിടെ ഒരു കേരള സ്റ്റോറ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മലയാളി ആ ഒരു അങ്കിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, ഇവിടെ കേരള സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറുണ്ട്. അവിടെ നമ്മളെ നാട്ടിൽ നിന്ന് കയറ്റി വിടുന്ന ഫിഷും അതുപോലെ ചിക്കൻ, മുട്ട, ചീനി ഇതൊക്കെ വരുമെന്നുള്ളത് നമുക്ക് പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. പിന്നെ നമ്മളവിടെ പോയിട്ട് മേടിച്ച ചീനിയാണ്. പക്ഷേ സംഭവം പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ചീനി. നല്ല വെന്ത് നല്ല സെറ്റായി കിട്ടുന്നൊരു ചീനി കേട്ടോ. നമുക്ക് നമ്മളെ നാട്ടിലൊരു ടെക്സ്ചർ തോന്നും. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ മേലെയൊക്കെ ഇതാ മുട്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, അല്ല ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അരിഞ്ഞ് സമയം കളയണ്ട. ഇതിപ്പം 6 മണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്, 6:30ക്ക് ബാങ്ക് കൊടുക്കില്ലേ, അപ്പോൾ അതിന് മുന്നേ ഈ പരിപാടികളൊക്കെ തീർക്കണമല്ലോ. ഞാൻ എത്ര നോക്കിയിട്ട് കഴിഞ്ഞിട്ട് സംഭവം തീരുന്നില്ല, ഇങ്ങനെ ഡിലേ ആയി പൊക്കോണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്തു. ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തു. നേരത്തെ ഞാൻ ചെയ്തു വെച്ച ഫില്ലിങ്സിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ സൈസിനൊരു വ്യത്യാസം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിന്നിട്ട് ചുമ്മാ അരിയുന്നത്. എനിവേ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഈ ഒരു ഫില്ലിങ്സ് നമ്മളിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും ആ ഒരു ടൈം കൊണ്ട് നമ്മളെ ബ്രെഡ്, മുട്ടയും ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വരും. അപ്പം നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് അതിനകത്തോട്ട് സോസൊക്കെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കണം. ഒറിഗാനോ എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചു, തമ്പുരാനെ ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഇത് വലിച്ച് പൊട്ടിക്കണമല്ലോ. അപ്പം അതിൻ്റെ തത്രപ്പാട്ടിലാണ്. കടിച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടി വരത്തില്ല, കാര്യം പല്ല് പോവേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അല്ല, സമാധാനത്തിൽ നിന്ന് പൊട്ടിക്കാമെന്ന്. ഇതൊക്കെയല്ലേ മെനക്കേട്. നമ്മൾ പെട്ടെന്ന് എന്തേലും 6:15 ആയിട്ടുണ്ടേ, സമയം ദേ ഫാസ്റ്റ് മോഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഓരോന്ന് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് തുറന്ന് വന്നിട്ടില്ലെങ്കിൽ നല്ല ദേഷ്യം വരും. പറഞ്ഞിട്ടെന്താ കാര്യം? ഇതിന് മുന്നേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോമ്പിനായിട്ടൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച സാധനങ്ങളാണ്. സോ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഈ മറ്റേ ലോക്ക് ചെയ്ത് വെക്കുമല്ലോ, സീൽ ചെയ്ത് വെക്കുമല്ലോ, ഇനി അത് വലിച്ചൂരി കളഞ്ഞാലേ പറ്റുള്ളൂ. സോ അതൊക്കെ ധൃതി പിടിക്കാണ്ട് സമാധാനത്തിൽ നിന്ന് വലിച്ചൂരിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ട് മാറുമ്പോൾ ഈ അടുക്കള മൊത്തവും മറ്റേ പാത്രങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും. പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം പെറുക്കിയിട്ട് കഴുകണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുക്ക് ചെയ്യുന്ന പ്രശ്നമില്ല. എനിക്ക് ഈ പാത്രങ്ങൾ കുന്നുകൂടുമ്പോഴത്തേക്ക്, എന്നാൽ ഒരുവിധം പാത്രങ്ങൾ നമ്മൾ സൈഡിൽ കൂടെ ക്ലീൻ ആക്കി പോകണ്ടേ. പക്ഷേ എത്ര കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും കുറേ പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കും. പറഞ്ഞിട്ട് എന്താ കാര്യം, കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ.
ഓക്കെ. എന്നിട്ട് ദേ ഇതിന് മേലെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ചീസ് മെൽറ്റ് ആ ഒരു സംഭവമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എൻ്റെ മണ്ടയിൽ. ഇങ്ങനെ നമ്മൾ മറ്റേ പൂശി കൊടുക്കില്ലേ അതുമാതിരി പൂശി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ പെറുക്കി വെക്കും. അങ്ങനെ കേട്ടോ ചെയ്യാൻ പോണത്. അങ്ങനെ നമ്മുടെ ചീനിക്ക് അരപ്പിടാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ നേരത്തെ അരച്ച് വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ ആ ഒരു ടൈമിലാട്ടോ ചീനിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇത്ര ഇടൂ, ജീരകം ഇത്ര ഇടൂ, ഇതൊക്കെ അറിയില്ല. എനിക്കും അറിയില്ല. ലൈക്ക് നമ്മളിങ്ങനെ വീട്ടിൽ ചെയ്യണ കണ്ടിട്ടൊക്കെയാണ് ട്രൈ ആക്കി നോക്കുന്നത്. മുന്നൊരിക്കൽ ഞാൻ ചീനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ചീനി കറി വെക്കില്ലേ? കറിയല്ലല്ല. അത് തന്നെ. ചീനി പുഴുങ്ങല്ല, കറിയായിട്ട് ഇരിക്കില്ലേ? കുഴഞ്ഞിട്ട് ആ ഒരു ഫോം. ഓക്കെ. അപ്പം നമ്മുടെ പിസയിലിടാനുള്ള നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. എയർ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പിസ്സാൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും.
ഇത് വെച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ചു, അയ്യോ കഞ്ഞിയുടെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്ത് തീർന്നിട്ടില്ലേ. അപ്പം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇവർ സ്നാക്സിനെ കാട്ടിയിട്ട് ഇവർക്ക് ഇമ്പോർട്ടൻറ്റ് കഞ്ഞി പയർ ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് കഞ്ഞീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണ്. അതിട്ടാൻ നേരത്താണ് ഞാൻ ആലോചിച്ചത്, അയ്യോ മഞ്ഞപ്പൊടി തീർന്നു, ഇനി അടുത്ത ഭരണിയിൽ നിന്ന് എടുത്ത് ഇടണം. അത് വെച്ചാൽ നമ്മൾ സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊന്നും സെറ്റാക്കത്തില്ല, മീൻസ് സെറ്റായി കിട്ടത്തില്ല. സോ ഞാൻ പിന്നെ കുറച്ച് ആവശ്യത്തിന് ആ ഒരു ഭരണിയിൽ നിന്ന് എടുത്തിട്ടിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ആ ഒരു സമയം കൂടെ നമ്മൾ ചീനിയൊക്കെ സൈഡിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചീനി നല്ല അടിപൊളിയായിട്ട് സാധനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് തലയ്ക്കകത്തൊരു കിളി കയറി പറന്ന് നടക്കും പോലത്തെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. നമ്മളെ എക്സസ് ആയിട്ട് ഈ ഒരു ടൈമിലൊക്കെ പണിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരീരമൊക്കെ ഇങ്ങനെ വിയർത്ത് കുഴഞ്ഞ് വരില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എഫോർട്ട് അങ്ങോട്ട് ഇടുകയാണ്. എന്തിനാണ് ഇത്ര എഫോർട്ട് ഇടുന്നതെന്ന് ഇക്കാൻ്റെ അടുത്ത് സൈഡിൽ നിന്ന് ചോദിക്കുക, നിനക്ക് വട്ട് വല്ലതും ഉണ്ടോ, എന്തിനാണ് നീ ഇത്രയും കിടന്നിട്ട് ഉണ്ടാക്കുന്നത്, ഏതെങ്കിലും ഒന്നുണ്ടാക്കിയാൽ പോരെ, എന്തിനാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് സ്നാക്സ് മസ്റ്റ് ആണല്ലോ, അതുകൊണ്ടിട്ടാണല്ലോ ഞാൻ നിന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ റൈസ് ഷീറ്റാണ്. നമ്മൾ മറ്റേ സമൂസേൻ്റെ ഒക്കെ ഷീറ്റില്ലേ, അതുപോലത്തെ ഒരു സാധനം തന്നെ. ഇത് റൈസ് വെച്ചിട്ടുള്ള ഷീറ്റാണ്. അതിങ്ങനെ വെള്ളത്തിലൊക്കെ ഡിപ്പ് ചെയ്ത് അതൊന്ന് എന്താ പറയുക, ഒന്ന് കംപ്ലീറ്റ്ലി അതൊരു വെറ്റ് ഫോം ആകുമ്പോഴത്തേക്കാണ് നമ്മളത് അതിനകത്ത് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട്. ഞാനും ആദ്യമായിട്ടോ സാധനം ട്രൈ ആക്കി നോക്കാൻ പോകുന്നത്. ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി നോമ്പിനെടുക്കാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ഇങ്ങനെ ജാപ്പനീസ്, ചൈനീസ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു സാധനം ട്രൈ ആക്കി നോക്കുന്നത്. ഞാൻ എനിക്കറിയില്ല, ഇവിടെയൊക്കെ നാട്ടിലൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടില്ല, വീട്ടിലൊന്നും ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടില്ല. കംപ്ലീറ്റ്ലി ഞാൻ യൂട്യൂബിൽ തപ്പിയപ്പോൾ കുറച്ച് കുറേ റാപ്പിൻ്റെ സാധനങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് റാപ്പ് പഠിപ്പിച്ചു. കൊള്ളാമല്ലോ സാധനം, നമുക്കത് ട്രൈ ആക്കി. എനിക്കിങ്ങനെ വെറൈറ്റി സാധനങ്ങൾ, നമ്മൾ ട്രൈ ആക്കാത്ത സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം ഒന്ന് ട്രൈ ആക്കി നോക്കണം എന്നുള്ള ഭയങ്കര ത്വരണ്ട്. ഫ്ലോപ്പാവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എനിവേ ട്രൈ ആക്കി നോക്കാം. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിനകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പ് ചെയ്തിട്ട് എനിക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല. പിന്നെ ഞാൻ വേറെ പാത്രം ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒന്ന് ഡിപ്പായി എടുക്കാൻ ടൈം എടുക്കും. പക്ഷേ ഓവർ ഡിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിൽ നിന്ന് നമ്മളിനി മാറ്റുന്ന പാത്രത്തിൽ നിന്ന് ഇളകി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് യൂസ് ആക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 2, 3 യൂസ് ആക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു നേക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് റോൾസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ സമോസ ഉണ്ടാക്കാം, പിന്നെ നമ്മുടെ മൊമോസ് ഉണ്ടല്ലോ, മൊമോസ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. മറ്റേ മൈദേൻ്റെ ഇതിന് പകരം ഇത് അരിമാവിൻ്റെ ഒരു ഷീറ്റാണ്. അത്രമാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഞാനിതൊന്ന് കീറാൻ നോക്കാം, വെറ്റാക്കിയിട്ട് കീറാൻ നോക്കി. പക്ഷേ അപ്പോഴത്തേക്ക് അതങ്ങോട്ട് നേരെ ചൊവ്വേ കീറി വന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി പണി പാളും, സാധനം വേസ്റ്റ് ആവുമെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഉണ്ടോ കീറാനായിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷെ അത് കീറി വരത്തില്ല. ആദ്യമേ ആയിരുന്നു കീറേണ്ടത്. അതെനിക്ക് പിന്നെയാണ് കേട്ടോ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഷീറ്റൊക്കെ ആയപ്പോൾ എനിക്ക് കത്തി. ഓക്കെ, മീൻസ് ഇങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്തത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഫില്ലിങ്സ് അങ്ങോട്ട് ഇടാം, ഇട്ട് സെറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം 6:15 കഴിഞ്ഞു, ടൈമില്ല. അപ്പം വാങ്ക് കേൾക്കും. അതിന് മുന്നേ ഇത് റെഡിയാക്കണമല്ലോ.
അങ്ങനെ ഏകദേശം നമ്മുടെ ഫില്ലിങ്സും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം പെറുക്കി ദേ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ട്രേയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ എയർ ഫ്രയറിൽ തന്നെ ട്ടോ ഇതാക്കിയെടുക്കാൻ പോണത്. റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കി നോക്കാം. ഞാനും കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ഫില്ലിങ്സിൻ്റെ എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നും അറിയില്ല. ഞാൻ കിട്ടിയ സോസ് എല്ലാം വാരിയിട്ടിട്ട് ഫില്ലിങ്സ് ചടപടയെ റെഡിയാക്കി എടുത്തതാ. സോ നമുക്കത് കഴിച്ച് നോക്കുമ്പോഴേ എന്താ സംഭവം എന്ന് അറിയുള്ളൂ. ഷേപ്പൊക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി മാറിപ്പോയി. കാണിക്കാൻ പറ്റാത്ത ഷേപ്പായി പോയി. ഓക്കെ. ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ മണ്ടത്തരങ്ങളൊക്കെ പറ്റുമല്ലോ. പറ്റിയാണല്ലോ പഠിക്കുന്നത്. ഇനി ഞാൻ രണ്ടാമത്തെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോഴത്തേക്കും ഇത് കീറി വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ കീറി വന്നായിരുന്നു കേട്ടോ. എനിക്ക് ഇതിനകത്ത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഫില്ലിങ്സ് കട്ട് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് നേരെ എയർ ഫ്രയറിലോട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി റെഡിയായി. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെ സെറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ് ചീനിക്കായാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. തോരൻ, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് വന്നിട്ട് നമ്മുടെ മടിയൻ പിസ്സ, അതുപോലെ തന്നെ ദേ ഈ ഒരു റോളും. പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയല്ല. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അത് ജസ്റ്റ് എടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്താറിന് എന്താ പറയുക, നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ കൂടെ ഒരു ഇരുട്ടങ്ങോട്ട് കയറിപ്പോയി. ലൈക്ക് അയ്യോ! ജസ്റ്റ് വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് എനിക്ക് കഴിക്കാന്നുള്ളൂ. പക്ഷെ വിശപ്പില്ല. വിശപ്പെന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ ദാ റോൾസൊക്കെ ദേ എൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുകയാണ്. ഇനി എനിക്ക് പോയിട്ടൊന്ന് ഫ്രഷ് ആവണം. കുറേ നേരം കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഫ്രഷ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ സമയം കിട്ടുന്നില്ലല്ലോ. ഞാൻ അതിലും പിടിച്ച് ഇതിലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്നത് കൊണ്ടിട്ട് തീരെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എയർ ഫ്രയറിലോട്ട് കയറ്റിയിട്ട് ടൈമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് എന്നാ പിന്നെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്നേ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ മേശപ്പുറത്ത് മൊത്തവും സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇതൊക്കെയായിരുന്നു നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ബാങ്ക് കൊടുത്തു, അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കുടിച്ചു, ഡേറ്റ്സൊക്കെ കഴിച്ചിട്ട് നോമ്പങ്ങോട്ട് തുറന്നു. ശരിക്കും പറഞ്ഞാൽ 2 കവൾ വെള്ളം കുടിച്ചപ്പോഴേ എനിക്ക് സെറ്റായി. വിശക്കണില്ല, പിന്നെന്താ പറയുക, ദാഹവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഫുഡ് കഴിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ക്ഷീണം വരിക. ഓക്കെ. അങ്ങനെയായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. എനിക്ക് മൊത്തത്തിലൊരു വെപ്രാളമായിരുന്നു. ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു വെപ്രാളം കയറി. അയ്യോ! അതോ ഇതോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിലൊരു ഇതായിപ്പോയി. ആൻഡ് ഫൈനലി എനിക്ക് ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സ്വന്തമായിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കുന്നത്. സോ അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.